വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലുമുണ്ടായ വൻ ഉരുൾപൊട്ടലിന് സമാനമായ ദുരന്തങ്ങൾ ഇനിയും സംഭവിക്കാനിടയുണ്ടെന്ന മുന്നറിയിപ്പുമായി ലോക ശാസ്ത്ര സംഘത്തിൻ്റെ റിപ്പോർട്ട്. മനുഷ്യനുണ്ടാക്കിയ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഒറ്റ ദിവസം കൊണ്ട് വയനാട്ടിൽ പെയ്ത 10% അധികം മഴയാണ് വലിയ ദുരന്തത്തിലേക്ക് വഴിവെച്ചതെന്നാണ് വേൾഡ് വെതർ ആട്രിബ്യൂഷൻ എന്ന കാലാവസ്ഥാ ഗവേഷണ സംഘത്തിൻ്റെ പഠനം പറയുന്നത്. ഇന്ത്യ, സ്വീഡൻ, US, UK എന്നിവിടങ്ങളിൽ നിന്നുള്ള 24 പേരടങ്ങുന്ന ശാസ്ത്ര സംഘത്തിൻ്റെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പുറത്തുവരുന്ന ആദ്യ അന്താരാഷ്ട്ര പഠന റിപ്പോർട്ടാണിത്. അത്യുഷ്ണം മുതൽ അതിവർഷം വരെയുള്ള ലോകത്തെ തീവ്ര കാലാവസ്ഥയെപ്പറ്റി പഠനം നടത്തുന്ന സംഘടനയാണ് WWA. ഒറ്റ പകൽ രാത്രി മഴയുടെ തോത് ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. ജൂലൈ 29-നും 30-നും ഇടയിൽ 24 മണിക്കൂറിൽ 10% അധികം മഴയാണ് പെയ്തത്. ആഗോളതാപനമാണ് ഇത്തരം തീവ്രമഴയിലേക്ക് നയിക്കുന്നതെന്നും പഠനം വിലയിരുത്തി. 1952-നും 2018-നും ഇടയിൽ വയനാട്ടിൽ വനവിസ്തൃതിയിൽ 62% കുറവുണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ഉരുൾപൊട്ടലിന് ഏറ്റവും സാധ്യതയുള്ള ജില്ലയാണ് വയനാട്. വൻ ദുരന്തത്തിൻ്റെ തലേദിവസം പെയ്ത കനത്ത മഴയാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. 1901-ൽ ഇന്ത്യയുടെ കാലാവസ്ഥാ ഏജൻസി റെക്കോർഡ് സൂക്ഷിക്കാൻ തുടങ്ങിയതിനു ശേഷം ഒരു പ്രദേശത്ത് രേഖപ്പെടുത്തുന്ന കേരളത്തിലെ മൂന്നാമത്തെ ഉയർന്ന മഴയായിരുന്നു. 1924, 2018 എന്നീ വർഷങ്ങളിലേക്കാണ് കേരളത്തിൽ ഏറ്റവും നാശം വിതച്ച പേമാരി പെയ്തിറങ്ങിയത്. ലോകമെങ്ങും വർദ്ധിക്കുന്ന കാർബൺ പുറന്തള്ളലിൻ്റെ ഫലമായി സമുദ്രോപരിതലം അസാധാരണമായി ചൂടായി മേഘങ്ങൾ അമിതജലം കുടിച്ചു വീർത്ത് ജലബോംബുകളായി മാറുന്ന സ്ഥിതിയാണ്. കാലാവസ്ഥാ മാറ്റം വരുന്നതിന് മുമ്പ് ഇത്തരം ഉരുൾമഴകൾ 50-100 വർഷത്തിൽ ഒരിക്കൽ മാത്രമായിരുന്നു. ആഗോള താപനം ശരാശരി 1.3 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. ഇത് 2 ഡിഗ്രി ആകുന്നതോടെ വിനാശമഴയുടെ സാധ്യത 10-ൽ നിന്ന് 14% ഉയരുമെന്നും ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിൽ അംഗമായ സംഘടന മുന്നറിയിപ്പ് നൽകുന്നു. വനനശീകരണവും ഖനനവും കുറയ്ക്കുക, അപകട സാധ്യതയുള്ള ചെരുവുകൾ ശക്തിപ്പെടുത്തുക, അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലനിർത്തൽ സംഘടനകൾ നിർമ്മിക്കുക എന്നിവ ഭാവിയിൽ സമാനമായ ദുരന്തങ്ങൾ തടയുന്നതിന് സംഘം ശുപാർശ ചെയ്യുന്ന മറ്റു ചില നടപടികളാണ്. മണ്ണിടിച്ചിലിന് 2 ആഴ്ച മുമ്പുള്ള കനത്ത മഴയും മണ്ണിനെ മൃദുലമാക്കുകയും അമിത വികസനവും സംസ്ഥാനത്തെ അനിയന്ത്രിതമായ ടൂറിസവും കാരണമായേക്കാമെന്ന് ചില വിദഗ്ധർ ഈ മാസം ആദ്യം റോയിട്ടേഴ്സിനോട് പറഞ്ഞിരുന്നു. പുഞ്ചിരിമട്ടത്തിന് മുകളിൽ വനത്തിലുണ്ടായ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ, ചൂരൽമല എന്നീ പ്രദേശങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുകയായിരുന്നു. വയനാട്ടിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും വൻ ഉരുൾപൊട്ടലിന് ഇനിയും സാധ്യതയുണ്ടെന്നും ലോക ശാസ്ത്ര സംഘത്തിൻ്റെ ആദ്യ പഠന റിപ്പോർട്ടിൽ പറയുന്നു.